അപ്പൊ ഗൈസ്, നമ്മൾ എഡെക്സ് ലൈഫ് സ്കൂളിലെ കുറച്ച് സ്റ്റുഡൻസും ഒരു മെന്ററുമാണ് ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ളത്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു പോഡ്കാസ്റ്റ് ആണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആശയങ്ങളും നമ്മുടെ കുറെ അറിവുകളും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആരാണ് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ ഒരു സംഭവം തുടങ്ങുന്നത് എന്നുള്ളൊരു കാര്യത്തിലോട്ട് നമുക്ക് വരാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പേര് സിനാൻ, എഡെക്സിലെ ഒരു മെന്റർ ആണ്. അതുപോലെ തന്നെ സെയിൽസ് നാടകം നോക്കുന്നത് ഞാനാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബിലാൽ പറഞ്ഞു. എന്റെ പേര് ബിലാൽ, ഞാൻ വരുന്നത് മലപ്പുറം വളാഞ്ചേരി എന്ന സ്ഥലത്തു നിന്നാണ്. ഓക്കെ, എന്റെ പേര് ഹരി, ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. എന്റെ പേര് വൈഷ്ണവ്, ഞാൻ മലപ്പുറം മേഖലയിൽ നിന്നാണ് വരുന്നത്. എന്റെ പേര് ആസിൽ അലി, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇനി എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ശരിക്കും എന്താണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ആർക്കും ചിലപ്പോൾ കാണുന്നവർക്ക് ആർക്കും അറിയുന്നുണ്ടായിരിക്കില്ല എന്താണ് എഡെക്സ് എന്നുള്ളത് കാര്യം. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ ഇന്ന് വിചാരിച്ചുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഡെക്സ് എന്താണ് എന്നുള്ളൊരു കാര്യത്തിലോട്ട് പറഞ്ഞു കൊടുക്കാം, എന്താണ് ആക്ച്വലി ഇവിടെ നടക്കുന്ന ഒരു കാര്യം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ വന്നപ്പോ എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയായിരുന്നു? ഹരി, ഞാൻ വന്നപ്പോ ഞാൻ വെറും 0 ആയിട്ടാണ് വന്നത്. ഇപ്പൊ നിലവിൽ വൈഷ്ണവോ? ഞാൻ ഒരിക്കലും ഒരാളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് പറയുന്നതല്ല, എല്ലാവരും അവനാർക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നുള്ളത് പറയാനുള്ള സംഭവം. ഈ സ്റ്റാർട്ടപ്പ്, ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാല് നമ്മുടേതായിട്ടുള്ള ഒരു ആശയമാണ്, അല്ലാണ്ട് നമ്മളെ ഫോഴ്സ് ചെയ്ത് ഞങ്ങളായിട്ട് തുടങ്ങിയതാണ്. ഞാൻ വൈകുന്നേരം നമ്മള് അവിടുന്ന് കിട്ടിയ ഒരു ചെറിയൊരു അറിവ് അല്ലെ, അത് ജസ്റ്റ് നമ്മള് അതായത് നമ്മുടെ ഉള്ളിൽ കുറെ സംഭവങ്ങളുണ്ട്, അത് നമ്മള് പറയാ. നമുക്ക് സൊസൈറ്റിക്ക് എങ്ങനെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള തോട്ട് എങ്ങനെ കൺവേ ചെയ്ത് കൊടുക്കാം, ഒന്നില്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ഹെൽപ്ഫുൾ ആവണം എന്നുള്ള ചിന്താഗതിയിലേക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രോത്ത് സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഇതുപോലെ തന്നെ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് നമ്മുടെ ഒപ്പം തന്നെ വളരാനുള്ള അവസരം പോഡ്കാസ്റ്റിലൂടെ കിട്ടുകയും പലർക്കും പല രീതിയിലുള്ള സംഭവങ്ങൾ, അതായത് ഒരു കണ്ടന്റ് ക്രിയേഷൻ ആയാലും ഏതൊരു സംഭവമാണെങ്കിലും കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഇതുണ്ടാവും. കാരണം ഇപ്പൊ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് നമ്മളൊരു ഫോണിൽ ഇൻസ്റ്റാഗ്രാം ഏതൊരു സോഷ്യൽ മീഡിയ ആയാലും നമുക്ക് അത്യാവശ്യം തന്നെ നമ്മുടെ സ്കിൽസ് ആയാലും ഓരോന്നും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണുള്ളത്. അതായത് ഒരിക്കലും നമ്മളിപ്പോ ഡെവലപ്ഡാണ്, അതായത് ആരായാലും ഇവിടെയുള്ള ആരായാലും ഞാൻ പറയുന്നത് തന്നെ, ഞാൻ കുറെ മിസ്റ്റേക്സ് ഉണ്ടാവും, നമുക്ക് അതൊക്കെ ഡെവലപ്പ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഞങ്ങളുടെ ഗ്രോത്ത് കാര്യങ്ങളിൽ നിങ്ങളുടെ പങ്കുവെക്കാനുള്ള മെയിൻ കൺസെപ്റ്റ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങളുടെ ഒരാളെ എഡെക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്തായിരുന്നു? അതായത് ഒരു ഗുരുകുലം, പണ്ടത്തെ രീതിയിലുള്ള ഒരു ടൈപ്പാണ്. അതായത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് കറക്റ്റ്. ഞാൻ നമ്മള് ഒരു ലൈക്ക് നമ്മളിപ്പോ ഒരു മഹാഭാരതം സ്റ്റോറി ആയാലും ജസ്റ്റ് ഒരു ഗുരു, ബാക്കിയുള്ള കുറെ ശിഷ്യന്മാരായാലും വിദ്യാർത്ഥികളായാലും അവിടെ പോയി ചെന്ന് ലൈഫ് പഠിക്കുക, അതിനോടൊപ്പം തന്നെ അവരുടെ കഴിവുകളായാലും എന്തൊരു സംഭവം അവിടെ സിലബസ് ഇല്ല, അറ്റ് എ ടൈം എന്താണ് അവിടെ നടക്കുന്നത് അത് നമ്മൾ പറയുക, അതായത് ചെയ്യുക, അങ്ങനെ പഠിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയ സമയത്ത് പലരും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇവർ എന്തൊക്കെയാണ് പറയുന്നത്, നമ്മളൊന്നും ഇല്ലാതെയാണ് കേൾക്കുന്നത്. ജസ്റ്റ് ഒരു ഇന്റർവ്യൂ കൊടുത്ത് നമ്മൾ എന്താണ്, പിന്നെ നമ്മൾ അതിനെ പറ്റി സംസാരിച്ചു തുടങ്ങാണ്. അപ്പൊ എന്താണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്, നിങ്ങളിപ്പോ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ഞാൻ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഒരിക്കലും ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യം. പിന്നെ ഇവിടെ എത്തിച്ചത് വെച്ചാൽ എനിക്ക് എന്റേതായിട്ട് എന്തെങ്കിലും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യണം എന്ന ലക്ഷ്യത്തോടാണ് പേഴ്സണൽ ബ്രാൻഡിങ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റേതായിട്ടുള്ള കുറെ ധാരാളം ശ്രമങ്ങൾ ഈയിടെയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മെയിൻ ആയിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ അതേപോലെ ക്ലാസ്സിലേക്ക് വരുന്ന ടൈമിൽ തന്നെ എനിക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് അതേപോലെ ധാരാളം ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ട് തന്നെ നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മുടെ കൺവേ ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതേപോലെ നമ്മുടെ എന്താണ് ഇപ്പൊ അതിന്റെ മുമ്പ് നമുക്ക് എന്താണ് എഡെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എഡെക്സ് ലൈഫ് സ്കൂൾ എന്ന് അറിയില്ലായിരിക്കും. നമ്മളിവിടെ വന്നിട്ടുള്ള ശീലങ്ങൾ ഞാൻ പറയണോ? ഒന്നോടെ എടുത്തു പറയുന്നത് ഇത് സ്റ്റുഡന്റ് അല്ല, സിനാന്നാണ് വിളിക്കുന്നത്. മേഡം അങ്ങനെ കൊണ്ടാണോ കല്യാണം നമ്മൾ
മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച ഒരാളല്ല. ഇവിടെ വന്നിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വരുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെ ഒരു ആശയം പങ്കുവെച്ചപ്പോ നമ്മളെ കൂടെ നമ്മളെ മെന്ററാന്നുള്ള ഇതിലല്ല, നമ്മുടെ ഒരു കൂടെ ഉള്ള ഒരു ഫ്രണ്ട് എന്നുള്ള നിലക്കാണ് ആള് വന്നിട്ട് ഇവിടെ പ്രസൻസ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ എഡക്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ഒരു തിയറിയോ അങ്ങനെ ഒരു ബുക്കിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി പറയുന്ന സിലബസോ അല്ലല്ലോ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പ്രാക്ടിക്കലി ഇവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യാനേ പറയുന്നുള്ളൂ, പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തുകൂടോ എന്നുള്ളൊരു കാര്യം നോക്കുള്ളൂ. അവരുടെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അത് അവരുടെ കഴിവാണ്. എങ്ങനെയാണ് അവർക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് സംഭവം. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഷോർട്ട് പീരിയഡിലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തൊക്കെ ഇവർക്ക് ജിമ്മ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കാരണം വെച്ചാൽ ഇവരുടെ ഒരു ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ആക്കാനുള്ള സംഭവത്തിലൂടെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, അങ്ങനെ ഒരു 14 സെറ്റ് ഓഫ് സ്കിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഓരോ ആക്ടിവിറ്റീസ്, സ്ട്രാറ്റജിക്കൽ ഗെയിംസ്, അതുപോലെ തന്നെ എക്സ്പേർട്ട് ടോക്ക്. ഇവർക്ക് എല്ലാ ആഴ്ചയിലും ഓരോ എക്സ്പേർട്ട് വന്നിട്ട് ഇവർക്ക് ട്രെയിനിങ്സ് കൊടുക്കും. ഒരു ടീച്ചർ ഇവിടെ ക്ലാസ് എടുത്തില്ല, ഏതെങ്കിലും ടീച്ചർ ക്ലാസ് എടുത്തിട്ടുണ്ടോ? ഇല്ല. അവർ രണ്ടുപേരും ഇവിടുത്തെ ഫൗണ്ടേഴ്സ് ആണ്. അപ്പൊ അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് പല ഫീൽഡിലും. അപ്പം അവരാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഇവർ മാർക്കറ്റിൽ പോയിട്ട് സ്വന്തം പഠിച്ചു വരികയാണ്. പക്ഷെ അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ തെറ്റുകളെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഞാൻ ചെറിയൊരു സംഭവം മാത്രമേ എഡക്സിനെ പറ്റി പറഞ്ഞുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അതല്ല നല്ലത്. ബിലാലിന് 30 ദിവസമായി ഇവിടെ വന്നിട്ട് ഫസ്റ്റ് വന്ന എക്സ്പീരിയൻസ് വന്നതും ഇപ്പൊ നീ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഫസ്റ്റ് ഞാൻ അവിടെ വരുന്നതിന് മുമ്പ് നമ്മള് വരുന്നു, കടയിൽ പോണു, അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്നു, സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നു, സ്ക്രോൾ ചെയ്യുന്നു, ഗെയിംസ് കളിക്കുന്നു. ഇതന്നെ ഒരു ഡെയിലി ഇങ്ങനെ വീഡിയോ കണ്ടിരിക്കല്ലേ. അതിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ റീൽ സ്ക്രോളിംഗ് എടുക്കാൻ അമ്പസാറിന്റെ വീഡിയോ ആണത്. അതെന്തൊക്കെ നമുക്ക് ക്യൂരിയസ് ആവില്ലേ, എങ്ങനെ സംഭവം ഉണ്ടെന്ന് കാണുമ്പോൾ വ്യത്യസ്തമായി എല്ലാവരും കൊടുക്കുന്ന കോഴ്സുകളെല്ലാം. നീ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എഡക്സിനെ പറ്റി കേട്ട സമയത്ത് നീ എന്താ ഫീൽ ചെയ്തത്? അതുപോലെ നീ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ നിനക്ക് മനസ്സിലായത്? എനിക്ക് പണ്ട് വലിയ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഇതിൽ യുണീക്കായ തിങ്ക് കണ്ടപ്പോഴാണ് എനിക്ക് അട്രാക്ഷൻ തോന്നിയത്. അങ്ങനെ ജസ്റ്റ് വിളിച്ചു നോക്കി. അത് വിളിച്ചു നോക്കിയപ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ള റെസ്പോൺസ് കിട്ടി തുടങ്ങിയപ്പോൾ നമുക്ക് തോന്നി ഇത് നമുക്ക് പറ്റിയൊരു സംഭവമാണ്. വന്നു കഴിഞ്ഞപ്പോൾ അതിനേക്കായി ഒന്നുകൂടി ക്യൂരിയസ് ആയി. ഇനി എന്ത് നടക്കും നാളെ ഇതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ എന്നും ഇങ്ങനെ ക്യൂരിയസിറ്റി ബിൽഡ് ചെയ്യാണ്ടിരിക്കുകയാണ്. നാളെ എന്താണ് ക്ലാസ് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളത് സംഭവം. ഇനി ഹലീമ. ഓക്കെ, എഡക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. വേറൊരു ഇതിനെ വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല എഡക്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എനിക്ക് എഡക്സ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ആർക്കും അതിന് കുറച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല. എനിക്ക് എന്റെ വീട്ടില് കൺവിൻസ് ആക്കാൻ പറ്റിയില്ലായിരുന്നു എഡക്സിലേക്ക് വരാൻ. പിന്നെ ഞാൻ എൻ്റെ ഒരു റിസ്കിലേക്ക് പോകുന്നതാണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് ജസ്റ്റ് ഇൻ 1 or 2 വീക്കിനകം മനസ്സിലായി ഇത് ഒരിക്കലും നഷ്ടമായി പോയില്ല. എന്തുകൊണ്ട് വന്നത് 100% എന്താ പറയാ വെറുതാണ്. പിന്നെ നമ്മൾ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും പിന്നെ സ്പിരിച്വലി ആണെങ്കിലും നമുക്ക് എന്താ പറയുക ഒരു ഗ്രോത്ത് ഉണ്ട്. ഇപ്പൊ മെന്റലി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നല്ല രീതിക്ക് സെക്ഷൻസ് ഉണ്ട്. ഐ മീൻ ഒരു മെന്റൽ ജിം എന്ന് പറഞ്ഞൊരു മൈൻഡ് ജിം എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെ ഉണ്ട്. അതിനകത്ത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഫിസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ജിമ്മിൽ പോകും. ഓക്കെ, ഒട്ടും ഇപ്പൊ മടിയാണെങ്കിൽ പോലും നമ്മൾ എനിക്ക് പോകും, എനിക്ക് കൊണ്ടുപോകും. നമ്മുടെ അപ്സലുണ്ട്. ഇനി പുതിയ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ അടുത്ത വീഡിയോയില് പലരും പല വിധത്തില് വ്യത്യസ്തരാണ്. എല്ലാവർക്കും പല സംഭവം അറിയോ? ഇപ്പൊ നമ്മൾ ഈ കാര്യം സംസാരിക്കുന്ന സമയത്ത് ഇവര് വിചാരിക്കുന്നത് സംബന്ധിച്ചാല് ഇത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവര് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ ഇവര് അവരുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ പറയിക്കുന്നതായിരിക്കാം. ശരിക്കും എനിക്കത് കേൾക്കുമ്പോ ഞാൻ പറയിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ അവർക്ക് എന്തായാലും ഫീൽ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിന്റെ ഇവിടുത്തെ ഫോണിന് പിന്നെ ഞാനിവിടെ മെയിൻലി വരാനുള്ള റീസൺ പറഞ്ഞാല് ഞാൻ ചിന്തിച്ച അതേപോലെ ആയിരുന്നു അംബാസഡർ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത്. അതായത് അതേപോലെ ഒരു സ്ട്രക്ചർ അതേപോലെ ഫീൽ ചെയ്തത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ കഴിവുകളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് എവിടെയാണ് പ്രകടിപ്പിക്കാമെന്നും അറിയില്ല. അപ്പൊ അത് മെയിൻലി എന്റെ കറക്റ്റ് കൊണ്ട് എങ്ങനെയാ ഓഡിയൻസിലേക്ക് എത്തിയെന്ന് ഞാൻ ഭയങ്കര രീതിയിൽ ചിന്തിച്ചു. എങ്ങനെയായാലും എത്ര നമ്മള് പേഡ് അല്ലെങ്കിൽ നമ്മള് ആഡ് റൺ ചെയ്താലും അത് എങ്ങനെയെങ്കിലും എത്തിയ ഞാൻ നല്ല റിസർച്ച് ചെയ്തു. പിന്നെ പറഞ്ഞാല് സാറിന്റെ ഓരോ വീഡിയോസ് ആദ്യം ഞാൻ കണ്ടിരുന്നു. അതിനുശേഷമാണ് പിന്നെ അഡക്സ് എന്നുള്ള ഒരു സംഭവം ബിൽഡ് ചെയ്ത്.
ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവനാണ് ഇവിടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. അതിന്റെ പിന്നിൽ വേറെ കാര്യങ്ങളുണ്ട്. ഇവൻ ഈ പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ ഞാനൊരു 2-3 ദിവസം വന്നോട്ടെ, എന്നിട്ട് എനിക്ക് അവിടെ പറ്റുമോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്മിഷൻ എടുക്കാം. 3 ദിവസം എനിക്ക് അപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തൊക്കെയാ ഒരു കാട്ടുന്നൊന്നും മനസ്സിലാവില്ല. അതായത് കുറെ ബുക്ക് തരിക, കുറെ ഡയറി ചെയ്ത് എന്താണ് സംഭവം, അതായത് ഭയങ്കര സ്ട്രെസ് ഉണ്ടായിരുന്നു. ഒന്നും ആവുന്നില്ല, സാറ്റിസ്ഫൈഡ് ഒട്ടുമില്ലായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലും വിളിച്ചതാണ്, ഒന്നും നടക്കുമെന്നൊന്നും അറിയില്ല, പൈസ വേസ്റ്റ് ആവുമോ പറയാൻ പറ്റുന്നില്ല. നമുക്ക് എന്താണ് ഫുള്ളി ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് എന്നോട്. കാരണം അത്രയ്ക്ക് നമ്മള് അതായത് ടൈം സ്പെൻഡ് ചെയ്യണം ഇവിടെ. അതായത് ഇപ്പൊ ഒരു ഫീസ് ആയാലും എന്തായാലും നമുക്കത് വെറുതാണ് നമുക്ക് ഫീൽ ചെയ്യും. അത് അങ്ങനത്തെ ഒരു ഇതാണ്. എന്റെ ഇത് പറയാണെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഏതെങ്കിലും എനിക്കൊരു കോഴ്സ് എടുത്തിട്ട് എനിക്ക് കരിയർ ബിൽഡ് ചെയ്യുന്ന ആശയത്തിലാണ്. ഞാന് ഇപ്പൊ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നോക്കി കഴിഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ധാരാളം സ്റ്റുഡൻസ് ഉണ്ടാവും. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ചിന്തിച്ചിട്ട് എന്റേതായിട്ട് എനിക്ക് ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അതിന് ബെനിഫിറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഗ്രോത്ത് വേണം, എനിക്ക് ഫാമിലി ആയിട്ട് ഒന്ന് സ്റ്റേബിൾ ആയിട്ട് മുന്നേറാൻ പറ്റണം. അതിലൂടെയാണ് ആ ചിന്താഗതിയിലൂടെയാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്. പിന്നെ എനിക്ക് ഇവിടെ ധാരാളം അതേപോലെ അമ്രാസ് സാർ വീഡിയോ കണ്ടിട്ട് എനിക്ക് എന്റെ ലൈഫിന് റിലേറ്റബിൾ ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ജോയിൻ ചെയ്താൽ കൊള്ളാമെന്ന ഒരു ആശയത്തിലാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെല്ലാവരും ഡിഗ്രിക്ക് പോയതല്ലേ? BBA, ഞാൻ ബികോം, ഞാൻ സൂക്ഷിച്ചു BCA. പലരും പല ഫീൽഡിലാണ്. നിങ്ങൾ ആ ഡിഗ്രിക്ക് പോയതിനേക്കാളും നിങ്ങൾക്ക് ലേണിംഗ്സ് 30 കിട്ടിയിട്ടുണ്ടോ, അതോ നിങ്ങളുടെ അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? നമ്മളിപ്പോ ഡിഗ്രിയിൽ 3 കൊല്ലം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ധാരാളം പേര് കോളേജ് ലൈഫിൽ അടിപൊളിയായിട്ടുള്ളവരുണ്ടാവും. നമ്മൾ ഒരിക്കലും അവരെ ഡിഗ്രിയുടെ ഇത് പറയുന്നില്ല. പിന്നെ നേരെ മറിച്ചിട്ട് നമ്മൾ ഡിഗ്രിക്ക് ചെറുതായിട്ട് ആലോചിച്ചാൽ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാലും നമ്മൾ എവിടെയൊക്കെ അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അവിടെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് വരാം. നമുക്ക് നേരെ മറിച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഡു ആൻഡ് ലേണിംഗ്, ഡു ബൈ ലേണിംഗ് ആ ഒരു മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്ന കാര്യം അപ്പൊ തന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഇനി നമുക്ക് ഫ്യൂച്ചറിലേക്കോ നമുക്ക് എന്തെങ്കിലും ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാൻ പറ്റും. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ ഒരാൾ 3 മാസം കൊണ്ട് ഇത് ഇപ്പൊ പഠിച്ചു ഇവിടെ അതേപോലെ ചെയ്തു, അത് നേരെ പിന്നെ നമ്മള് അടുത്ത മാസം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് വേസ്റ്റാണ്. അത് നമ്മളെ ഹാബിറ്റ് ആയിട്ട് എടുക്കണം. അപ്പൊ മാത്രമേ നമുക്ക് ആരായാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ഒരിക്കലും പ്രാക്ടിക്കലല്ല. എന്താണ് ഹരി? ഞാൻ കോളേജും എന്റെ കോളേജ് ലൈഫും എഡക്സിന്റെ ലൈഫിനെയും കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ. ഞാൻ കോളേജിൽ രാവിലെ ചെന്ന് ഫ്രണ്ട്സ് കാണുന്നതായിരുന്നു. ഞാൻ രാവിലെ ചെന്നിരുന്ന ഒരു 10 മണിക്ക് ക്ലാസ് തുടങ്ങിയ ഒരു 11-11:30 ആകുമ്പോഴത്തേക്കും ഇനി വൈകുന്നേരം വരെ ഇരിക്കണമല്ലോ എന്നൊരു മൈൻഡ് സെറ്റ് ആണ്. ഇവിടെ 10 മണിക്ക് കയറിയത് ശരിയാണ്. പിന്നെ ഉച്ചയ്ക്ക് മെന്റേഴ്സ് വന്ന് പറയുമ്പോഴാണ് ഉച്ചയ്ക്ക് 12:30 ആയി, ഫുഡ് കഴിക്കാൻ ടൈമായി മനസ്സിലായി. കോളേജിൽ കൊണ്ടുവരുന്ന ഒരു 9:30 മുതൽ 3:30 വരെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സമയം 11:30. ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:48 വെനസ്ഡേ 22 ഒക്ടോബർ. നമ്മൾ ടൈമില്ല 11:49 രാവിലെ കേട്ടോ, രാത്രിയാണ്. അറിയാൻ പറ്റും. ഇപ്പൊ ഈ ടൈമിൽ നമ്മൾ ഒരു മടിയും കൂടാണ്ട് നമുക്ക് വേണ്ടി തന്നെ ഇരിക്കുകയാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരിക, ആരും ഫോഴ്സ് ചെയ്ത് വരില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ മെന്റേഴ്സ് ഉണ്ട്. അതായത് 24/7 നമുക്കിവിടെ ഓരോ മെന്റർ ഉണ്ടാവും. ഇപ്പൊ 21 പേർക്കും കൂടി ഒരാളല്ല, ജസ്റ്റ് 4-6 പേർക്ക് വേണ്ടി ഒരാൾ, അങ്ങനെയാണ് മെന്റർ. അതന്നെ എന്താ ഒരു ഭയങ്കരമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യാൻ നമുക്കിടെ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് നോക്കി പറയാമോ? ഞാനിതുവരെ വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അത് പറഞ്ഞു തരാനും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു വേ കാണിച്ചു തരാനും ഒക്കെ ഇവിടെ മെന്റേഴ്സ് ഉണ്ട്. അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം, എനിക്ക് കോളേജ് ലൈഫിലൊക്കെ എന്റെ കോളേജ് ലൈഫ് വേസ്റ്റ് എന്ന് പറയാൻ പറ്റിയ ആയി പോകാൻ കാരണം ഒരു സംഭവം ഉണ്ടാകും. ക്ലാസിന്റെ അകത്ത് തന്നെ ഗ്രൂപ്പിസം അത് ഇവിടെ ഇല്ല.
അത് എന്തോന്ന് വെച്ചാൽ ഗ്രൂപ്പ് ആവാനുള്ള ടൈം പോലും കിട്ടത്തില്ല. എല്ലാ ആഴ്ച ഇപ്പൊ ഇന്ന് ഞങ്ങള് 4 പേരെ ഗ്രൂപ്പിൽ, അടുത്ത ആഴ്ച വേറെ 4 പേരായിരിക്കും അതിന്റെ ഒപ്പം ഉണ്ടാവുക. അങ്ങനെ നമുക്ക് ഷഫിൾ ചെയ്തതിന് മതിയാണ്. പിന്നെ എല്ലാവരെയും നമുക്ക് ഒന്നോടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെന്താ അങ്ങനെയാണ്. ഇതിപ്പോ നമ്മുടെ കോളേജിലാണെങ്കിൽ നമ്മള് 3 വർഷമാണ് അവരുടെ കൂടെ ക്ലാസ്സിലേക്ക്. പക്ഷെ ഇത് ജസ്റ്റ് ഒരു നമ്മളൊരു 1 വീക്ക് അല്ല, ഒരു 3 ദിവസമാണ് നമ്മൾ മിംഗിളായി. അത്രയും നമ്മള് ഓപ്പൺ. അത് എങ്ങനെയാന്ന് എനിക്ക് പറയാൻ ഫോൺ യൂസ് ചെയ്യണില്ല. കുറെ ദിവസം സ്ക്രോൾ ചെയ്ത് വന്നവര് ഫോണോട് മാറ്റി വെക്കുകയാണ്. അവരാകെ യൂസ് ചെയ്യുന്നത് ഒന്ന് പോഡ്കാസ്റ്റ് കേൾക്കാന്, ഒന്ന് ന്യൂസ് അനലൈസ് ചെയ്യാന്, പിന്നെ ഒന്ന് ചാറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പെർപ്ലക്സിറ്റി, ഈ ഒരു സാധനം മാത്രമേ ഇവർ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ട്, രാത്രി വല്ലപ്പോഴും 5 മിനിറ്റോ 10 മിനിറ്റോ. അതിനപ്പുറത്തേക്ക് ഇതാണ് ഇവരുടെ സിറ്റുവേഷൻ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫോണിൽ ഡാറ്റ തികയില്ല. അതാണ് വിഷയം. യൂസ് ചെയ്യുന്നത് വളരെ കൂടിയിരുന്നു. ഞാൻ വായിക്കാത്ത ഒരാളായിരുന്നു. ഇവിടെ വന്നേക്ക് വായനക്ക് തുടങ്ങി. എങ്ങനെയാണെന്നറിയില്ല. ബുക്ക് വായിപ്പിക്കാൻ അവർ പറയും, പക്ഷെ ബാക്കിയുള്ളവർ കണ്ടിട്ട് അവര് വായിക്കാനുള്ള ഒരു നമ്മൾ ഏതൊരു കാര്യം ബാക്കിയുള്ളവർ ചെയ്യുമ്പോ അതിൽ നമ്മൾ ആക്റ്റായി പോകുന്നുണ്ട്. നമ്മൾ ബാക്കി അവരിപ്പോ പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാം ഇപ്പൊ വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ എനിക്കൊരു തോട്ടിയത് എന്തുകൊണ്ട് എനിക്ക് അവന്റെ പോഡ്കാസ്റ്റ് എനിക്ക് ലിസൺ ചെയ്തുകൂടാ, എനിക്ക് എന്റെ പേഴ്സണൽ ഗ്രോത്ത് കൊണ്ടുവന്നുകൂടാ എന്നുള്ള ഒരു ചിന്താഗതി ഉറപ്പായിട്ട് നമ്മളുടെ ഉണ്ടാവും. ഇപ്പൊ ഒരു 30 days ആയിപ്പോ ഏകദേശം ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. ഈ ഒരു 30 days നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട് എന്താണ് അതിനെ പറ്റിയിട്ട്? പെട്ടെന്നൊരു സംഭവം നമുക്ക് തന്നാല് അത് നമുക്ക് അപ്പൊ തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. അതായത് നമ്മൾ മാക്സിമം നമ്മളെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് തീർക്കും. അങ്ങനത്തെ ടൈപ്പുള്ള ടാസ്കുകളാണ് പിന്നെ. അതായത് ഇപ്പൊ ഒരു പ്രാക്ടിക്കൽ ആയാലും ഇതൊന്നും ഒരു പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. അതായത് ഒരു സംഭവം തന്നാല് അത് അപ്പം തന്നെ നമ്മൾ ചിലവരായാലും ചെയ്യാം. ആ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഓരോ സെക്ഷൻ എന്ന് വെച്ചാല് നമുക്ക് മുൻകൂട്ടി ഷെഡ്യൂൾഡ് അല്ല. നമുക്ക് സ്റ്റുഡൻസിന് ആർക്കും അറിയില്ല ഏത് ഇപ്പൊ രാവിലെ 10:30 ഏത് ഷെഡ്യൂളാണ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ് ഏതാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. നേരെ മറിച്ച് നമ്മുടെ ഓരോ സെക്ഷൻ വരുമ്പോ നമ്മളെങ്ങനെ ആ സെക്ഷൻ ആയിട്ട് ഇംപ്ലിമെന്റ് ആയി പോകുന്നു, ആക്ട് ആയിട്ട് നമ്മളെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള ഓരോ കാര്യങ്ങൾ. അതിന്റെ ക്ലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ഷെഡ്യൂൾസ് ടൈം ടേബിളോടെ ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ ഓരോ ദിവസവും നാളത്തേക്കുള്ള ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ആണ്. നമുക്ക് മെന്റേഴ്സിനും ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫിനും പറയും നാളെ എന്താണ് ക്ലാസ്സിൽ വരുന്നത്, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ ടൈം ഉള്ളത്. പക്ഷെ അത് കുട്ടികൾക്ക് അറിയത്തില്ല. നാളെ ഇവര് രാവിലെ ക്ലാസ്സിലോട്ട് വന്നിരുന്ന് കഴിഞ്ഞാലാണ് ഇപ്പൊ ഇന്ന സെക്ഷനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജിയോ ഡെയിലി ഇവിടെ ഒരു ന്യൂസ് ഇവർ പ്രിപ്പയർ ചെയ്യും വേണം. ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യും വേണം. പക്ഷെ ഇവർക്ക് അറിയാം ഇപ്പൊ രാവിലെ ആയിരിക്കാം, ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ വിചാരിക്കും ആ ഉച്ചക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ കുറച്ച് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ അതൊന്നും നടക്കില്ല. ഇവർക്ക് രാത്രിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കണം. കാരണം ഇവർക്ക് അറിയില്ല രാവിലെയാണോ ഉച്ചക്കാണോ 10 മണിക്കാണോ 12 മണിക്കാണോ സെക്ഷൻ വരാൻ പോകുന്നത്. അതാണോ നമ്മളെ മാറ്റിയത്? പിന്നെ നമ്മൾ തലേന്ന് എന്ത് പഠിച്ചിട്ടുണ്ടോ അത് നമുക്ക് നമ്മുടേതായിട്ടുള്ള നോളജ് കൺവേ ചെയ്യാൻ ധാരാളം സാധിക്കും ഇതേപോലുള്ള സെക്ഷനിൽ. ഇതേപോലെ നമ്മുടെ ന്യൂസിന്റെ സെക്ഷൻ പറയില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്. ഞാൻ ഇപ്പൊ എന്റെ ഫീൽഡ് എന്ന് വെച്ചാൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് 5 minutes പ്രസന്റ് ചെയ്യണം. അതിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ, ഇമ്പാക്ട്, അതേപോലെ ഡീറ്റെയിൽ, കൺക്ലൂഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്തിട്ട് നമുക്ക് എക്സാമ്പിൾസ് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് അതേപോലെ ക്ലാസ്സിന് കോൺഫിഡൻസ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മുടെ. ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇവരെല്ലാവരും നമ്മളിവിടെ എടുത്തുള്ള ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടാ ERRT എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ ടെസ്റ്റിന് വന്ന സമയത്ത് ഇപ്പൊ ഈ ഇരിക്കണ ആസിഡ് സംസാരിക്കുന്ന രീതി എനിക്ക് ഓർമ്മയുണ്ട്. ഒന്നും പണ്ടിട്ടുണ്ടായിരുന്നില്ല. വെള്ളം കുടിക്കാൻ തല ഒന്നും വേണ്ടിയില്ല. അസില് ചോദിച്ചിട്ടുണ്ട് ആസില് പറ്റാത്തത്. അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ആസില് നമുക്ക് വരുന്ന ദിവസങ്ങൾ നമുക്ക് ബെറ്റർ ആക്കാനുള്ള ഒറ്റ കാര്യം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്. എന്നെ വെച്ച് നോക്കുമ്പോ ഞാൻ ഇവിടെ വന്ന ടൈമിൽ തന്നെ
മിക്ക എന്റെ ഫ്രണ്ട്സിലെ കാര്യം പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഇവിടെ നിൽക്കുന്ന ടൈമും ഇപ്പൊ ഉള്ളത്. ഇപ്പം ആദ്യത്തിലൊക്കെ എന്റെ മൈൻഡിൽ ധാരാളം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ കൺവേ ചെയ്യാൻ ബ്ലാങ്ക് ആയി പോകും. എന്റെ മൈൻഡില് പ്രസന്റ് ചെയ്യാൻ കറക്റ്റ് ഒരു സ്ട്രക്ചർ വേണമെങ്കിൽ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ടെൻഷൻ വന്നിട്ട് എനിക്ക് പറ്റാതെ വീക്കാണെന്നുള്ളൊരു മെന്റാലിറ്റി എന്റെ മനസ്സിൽ കടന്നു വരും. അതിനെ മറികടന്നിട്ട് ഡേ ബൈ ഡേ എന്നെ ഇതേ സ്റ്റേജ് ഫിയർ മാറ്റാൻ വേണ്ടിയിട്ട് അവര് ഫ്രണ്ട്സിന്റെ മുമ്പിൽ അതേപോലെ ക്ലാസ്സിൽ ഓരോ ടോപ്പിക് തന്നിട്ട് എന്നെ പഠിപ്പിച്ചിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് എന്നെ ധാരാളം മാറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞാല് ആരും വേർതിരിക്കുന്നില്ല. എല്ലാവരും മാക്സിമം അതുകൂടെ ചേർത്ത് എന്താണ് അവന് നെഗറ്റീവ്, എന്താണ് അവന് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, ആ കാര്യങ്ങളാണ് ചിന്തിക്കാന്. അതെ അതെ, അത് അവർക്ക് ഫസ്റ്റ് ഒരു ഇറിറ്റേഷൻ അവർക്ക് മനസ്സിലായി, നീ പറഞ്ഞത് നന്നായില്ല, എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു തോട്ട് വരികയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ഒരു 2 ആഴ്ചക്കാണ് നമ്മൾ എല്ലാവരും ഒരു ഒറ്റ ലെവലിലേക്കായി. ഇപ്പൊ ഇവർക്ക് മനസ്സിലായി, എല്ലാവരും ആ ഒരു ലെവലിൽ പക്കയായി മനസ്സിലായപ്പോ പിറ്റേ ആഴ്ച മുതൽ കുറച്ചുകൂടി ഒരു ടഫ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് സംഭവം വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഇവിടെ വന്നത് ഒരു ബ്രിഡ്ജ് കോഴ്സിനാണ്. ഒരു 10 ദിവസം അവർക്ക് എന്ത് കൊടുത്തു, ബ്രിഡ്ജ് കോഴ്സ് കൊടുത്തു. എന്താ വെച്ചാൽ എൻജോയ് ചെയ്തോളി, നിങ്ങൾ എന്താ വെച്ചാൽ പോയിക്കോളി, എന്താ കാട്ടിക്കോളി. ഒരു വിചാരിച്ചു ഇവിടെ എൻജോയ് മൂഡാണ്. ഇവിടെ നമ്മൾ ഇത്രയും പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ക്ലാസ് തുടങ്ങിയ സമയത്ത് നമ്മളൊക്കെ കൂട്ടി കുറച്ച് സംഭവങ്ങളും കൊടുത്ത് അപ്പൊ ഇത് കുറച്ച് പണിയായാലും അതിനകത്തൊന്ന് ഒരു കംഫർട്ടിലേക്ക് വന്ന ഒരു സ്റ്റേജിലേക്കായപ്പോ പിന്നെ ടാസ്ക് പിന്നെ ആകെ മാറി. ബിസിനസ് കൂടി വന്നേക്ക് അത് നോക്കണം, ഇത് നോക്കണം. ഞങ്ങളിപ്പോ എല്ലാവരും ഓരോ ബിസിനസ് നടത്തുന്നവരുണ്ട്. ഇപ്പൊ 4 പേര് വെച്ച് 5 പേര് വെച്ച് 4 ബിസിനസ് നടത്തണ്ടേ. നമ്മുടെ അക്കാഡമിക്കും ക്ലാസ്സും ബിസിനസ്സും ഒരുമിച്ചാണ് നടക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്താറായി. ആ ഒരു സ്റ്റേജിലേക്ക് എല്ലാവരും ഓരോ സ്റ്റേജിലാണ്. അപ്പൊ നമുക്കിത് രണ്ടും മൾട്ടി ടാസ്കിംഗ് ഒക്കെ ഒരേപോലെ നമ്മൾ ഡെയിലി ന്യൂസ് പ്രസന്റ് ചെയ്യണം, അതിനുള്ള പ്രിപ്പറേഷൻ, പിന്നെ എഡിറ്റിങ്, നമ്മൾ ചെയ്ത വീഡിയോ എഡിറ്റിങ്, അതിന്റെ ഒപ്പം ബിസിനസ് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാനാണ്. നമ്മൾ വിചാരിക്കും നമ്മളോട് പറ്റില്ല. ഫസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ ഒരു ടാസ്ക് ആയി തോന്നി, ഇതൊക്കെ പാടെ ചെയ്ത് തീർക്കാൻ പറ്റുമോ, നടക്കുമോ ഇല്ല എന്നുള്ളത്. ഇപ്പൊ കംഫർട്ടിലോട്ട് വന്നു തുടങ്ങി. അങ്ങനെയാണ് പ്രാക്ടീസ് 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 മെയ്ക്ക് പെർഫെക്റ്റ് എന്നുള്ള സംഭവമാണ് ഞാൻ പറയാം. ചില ടൈമിൽ പ്രഷർ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് റിലീഫ് ആക്കാനുള്ള നമുക്ക് എല്ലാ ആഴ്ചയും ടഫ് ഉണ്ട്. അതൊന്നും സാറേ ഫസ്റ്റ് പിന്നെ പലരും മൂവീസ് കാണാറുണ്ട്. ശേഷം ഞാൻ ഒരാഴ്ച വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ട് പറഞ്ഞിട്ട് ഞാനൊരു സിനിമ 2 ആഴ്ച കൊണ്ട് കണ്ടത്. ഇവർക്ക് ക്ലാസ് ടൈമിംഗ് എന്ന് പറഞ്ഞത് രാവിലെ 10 to ഈവനിങ് 6 മണി വരെയാണ്. ആ ഒരു ടൈമിൽ കംപ്ലീറ്റ്ലി ഇവർ പാക്ഡ് ആയിരിക്കും. ഓരോ ട്രെയിനിങ്സും അതുപോലെ തന്നെ ഇവർക്ക് ഡെയിലി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 6 to എന്ന് പറയുന്നത് ഇവർക്ക് കുറച്ച് ടാസ്കുകളുണ്ട് നാളത്തേക്ക് ചെയ്ത് തീർക്കാറ്. അതൊക്കെ ചെയ്ത് തീർക്കാണെങ്കിൽ ഇവർക്ക് അടി കിട്ടും. അപ്പൊ ആ രീതിയിലാണ് ആ ഒരു ടൈം ഇവര് പോവാം. പിന്നെ ഇവര് ഇവിടുന്ന് റൂമിലോട്ട് പോവാന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് റൂം, ഇതിന്റെ ബാക്കിൽ തന്നെയാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഏകദേശം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ 11 മണി ആയില്ലേ, ഇതേപോലെ ഏകദേശം ഒരു 12 മണി 10:30 11 മണി ടൈമിലാണ് ഇവര് റൂമിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും സ്ക്രോൾ ചെയ്യും, അങ്ങനെ ഉറങ്ങി പോകും. ഇതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഞാൻ സെപ്പറേറ്റ് തന്നെ താമസിക്കുന്നത്, ഞാൻ ഇവരുടെ കൂടെ തന്നെ ഞാനും കടത്തും ഉറക്കും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ ആഴ്ച ആണെങ്കിൽ നമുക്ക് ബിസിനസിന്റെ കാര്യമായിട്ട് ഏകദേശം രാവിലെ 4 മണി വരെ ഇരുന്ന് ഓക്കെ നമുക്ക് അതുവരെ തിരുപ്പൂര് ബിസിനസിന്റെ പോയതാണ്. പിന്നെ ശനിയാഴ്ച മാർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞായറാഴ്ച എക്സ്പോർട്ട് ശനിയാഴ്ച രാത്രി ഒരാഴ്ചയിൽ ഇവർ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ പോയിട്ട് അവർക്ക് ഏതെങ്കിലും ഷോപ്പിലോ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിൽ ഇവർ ഇൻവോൾവ് ആകുക എന്നുള്ളതാണ്. പൈസക്ക് വേണ്ടൊന്നുമില്ല, അവർ ജസ്റ്റ് ഇൻവോൾവ് ആകാം, ജസ്റ്റ് ഒരു ഇമ്പാക്ട് അവരുടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, അതുപോലെ തന്നെ നമ്മൾ എന്ത് ലേൺ ചെയ്തു ആ ഇൻസൈറ്റ് അവർക്ക് പാസ് ചെയ്യാം. ഇതാണ് അതിന്റെ ലക്ഷ്യം.
പക്ഷെ ഇവൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ ശനിയാഴ്ച കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പാടാൻ ചെയ്യും, ഷോപ്പിൽ 3 മണിക്കൂർ പോയി നിൽക്കും, എന്നിട്ട് ഞായറാഴ്ച ഫുൾ റെസ്റ്റ് എടുക്കും. കാരണം ആഴ്ച ഒരു ദിവസം പോയാൽ മതി, അത് ഞായറാഴ്ച ആവണം നിർബന്ധമില്ല. പക്ഷേ തിങ്കളാഴ്ച ടാസ്ക് ചെയ്തിരിക്കാതെ മാർക്കറ്റ് സ്റ്റഡിയുടെ ഒരു ബെനിഫിറ്റ് ഞാൻ പറയാം. നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് ശരിക്കും മനസ്സിലാവാണ്. നമ്മുടെ ഇപ്പൊ ഞാൻ ഒരു ദിവസം ഒരു തുണിക്കടയിൽ നിന്ന് എനിക്ക് തുണി മടക്കാൻ പോലും അറിയില്ല. ഞാൻ അവിടെ ചെന്ന് പക്കയായിട്ട് മടക്കി കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നു. കസ്റ്റമേഴ്സ് ആയിട്ട് ഒരു എന്താ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കിയെടുത്തു. ഞാൻ 3 മണിക്കൂർ നിൽക്കേണ്ട ഞാൻ അന്ന് ഒരു 9 മണിക്കൂർ അടുപ്പിച്ച് ആ കടയിൽ നിന്നത്. ഞാൻ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം കിട്ടാൻ എന്നോട് പറഞ്ഞു ഒരാൾ പോയതാണ് എത്തിയില്ലാന്ന്. പിന്നെ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ എന്നുള്ളത് നമ്മൾ അങ്ങനെ മെയിൻ ആക്കി. നമ്മൾ ഈ മാർക്കറ്റ് സ്റ്റഡിക്ക് പോയി എഡക്സിന്ന് ചെറുപ്പശ്ശേരി ടൗൺ വരെ ചെന്ന് കഴിയുമ്പോ നമുക്ക് ഡെയിലി ഓരോ കടയുടെ മുന്നിൽ ചെന്ന് ആസിലെ ഇപ്പൊ ഞാൻ പറഞ്ഞു മുന്നാമത്തെ പറഞ്ഞൊരു കാര്യമാണ്, ആസിൽ തീരെ സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ഈ ഒരു സംസാരിക്കുന്ന ഒരു മെത്തേഡിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് ആസിൽ എത്തിക്കാനുള്ള കാരണം എന്തായിരുന്നു? മെയിനായിട്ട് തന്നെ നമ്മുടെ ഇവിടെ വന്ന ടൈമിൽ തന്നെ ധാരാളം ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തു. നമ്മൾ തന്നെ സുമേധ അറിയുന്നില്ല നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിലൂടെ നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ അറിയുന്നില്ല. പിന്നെ വെച്ചാല് നമ്മൾക്ക് ഓരോ ഇപ്പൊ ന്യൂസ് പ്രസന്റേഷൻ അതേപോലെ സ്റ്റോറി ടെല്ലിങ് ഇതിന് കുറെ ആക്ടിവിറ്റീസ് തന്നോടെ നമുക്ക് ആളുകൾ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടും, കോൺഫിഡൻസ് കിട്ടും. അതിന് നമ്മൾ ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ മറികടന്നിട്ട് നമ്മുടേതായിട്ടുള്ള നമുക്ക് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ ആസിൽ ഫസ്റ്റ് വീക്ക് ഉണ്ടല്ലോ മുങ്ങി നടക്കുന്ന വ്യക്തിയായിരുന്നു, ക്ലാസ്സിലോട്ട് വരില്ല, കുറിച്ചൊല്ലണം. രണ്ടാമത്തെ ആഴ്ച ഒന്ന് ലെവലായി, പിന്നെ ഒന്ന് മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ ആൾ താനെ എല്ലാവരും ചെയ്യൽ തുടങ്ങി. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ആണോ? അതെ, ശരിക്കും നേരം എനിക്ക് ആദ്യത്തിൽ വന്നിട്ട് എനിക്ക് തന്നെ സെൽഫ് ഡൗട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ. ഞാൻ ഇപ്പൊ പ്രസന്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് വേർഡ്സ് ഒന്നും ശരിയായിട്ട് കിട്ടുന്നില്ല. എനിക്ക് ബാക്കിയുള്ള ആളുകളൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് ഞാൻ ഇരുന്ന് ചിന്തിച്ച ദിവസങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് എനിക്ക് കുറെ പഠിക്കാൻ, നമ്മളൊരു ന്യൂസ് എടുക്കുകയാണെങ്കിലും അതിനെ കുറിച്ച് പഠിച്ചിട്ട് പിന്നെ ഡേ ബൈ ഡേ ഒരു 1% വെച്ചിട്ടെങ്കിലും എനിക്ക് ഇംപ്രൂവ്മെന്റ് പേഴ്സണലി ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഞാൻ ധാരാളം വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ പഠിച്ചു പോയി, അതായത് നല്ല രീതിയിൽ പഠിച്ചു പോയി അവിടെ ചെന്ന് നിൽക്കുമ്പോ തന്നെ സ്റ്റക്ക് ആണ്, പിന്നെ ബ്ലാങ്ക് ആണ്, അതായത് നമ്മുടെ മൈൻഡിൽ ഒന്നും വരുന്നില്ല. അങ്ങനെ കുറെ എനിക്ക് മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാല്, അതായത് ഇത് കൂടുതൽ നമുക്ക് ആ സ്റ്റേജ്, അതായത് ആ ഓപ്പർച്യൂണിറ്റി കിട്ടി, അത് അതൊരു ഗ്രേറ്റ് ഒരു സംഭവം തന്നെയാണ്. അല്ലാതെ ഒരിക്കലും ആ ഒരു സംഭവം മാറ്റിയെടുക്കാൻ പറ്റില്ല. പിന്നെ ആദ്യത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ വിചാരിക്കും നമ്മളിപ്പോ ഒരു സെക്ഷനിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള ചിന്താഗതി ഒന്നും പിന്നെ ദിവസം കൂടുന്നതോറും നമ്മളെ വിളിച്ചിട്ടില്ലെങ്കിൽ എന്റെ പ്രശ്നമാണെങ്കിൽ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാനാണ് ഓരോരുത്തരും ചെയ്യാം. ഞാൻ ഓരോ സെക്ഷനിലോട്ട് വിളിക്കുന്നതും അവരോട് പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഞാനാണ്. ഞാൻ തുടങ്ങി. പിന്നെ വെച്ചാല് ചില മെന്റേഴ്സിന്റെ അടുത്ത് തന്നെ അവര് ബാക്കിയുള്ള സ്റ്റുഡൻസ് കാണാതെ തന്നെ ഞാൻ എന്നെ ആക്ഷൻ കാണിക്കും, എന്നെ വിളിക്കണം എന്നുള്ള ഇതിലേക്കൊക്കെ എത്തി. പിന്നെ എനിക്ക് അവിടെ കേട്ടിട്ട് എനിക്ക് 2 വാക്കാണെങ്കിൽ 2 വാക്കെങ്കിലും അവിടെ പോയി സംസാരിക്കുന്ന ടെൻഡൻസിയിലേക്ക് എത്തി. അത് മാറ്റിയത് എനിക്ക് ഇപ്പൊ ഞാൻ ഒരു വേറെ കോഴ്സ് എടുത്ത് ഒരു കയറി കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എനിക്കൊരു ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി കോഴ്സ് പഠിച്ച് ഫുള്ള് പഠിച്ച് നമ്മളിപ്പോ ഒരു കമ്പനി കയറുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ വർക്ക് ചെയ്യാം, അതായത് പ്രസന്റ് നമുക്ക് കയ്യിൽ കിട്ടില്ല, അത് നമ്മൾ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യണില്ലല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാതെ നമുക്ക് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ മെയിനായിട്ട് സ്കില്ല് പഠിച്ചു, അത് നമുക്ക് ഒരു സിറ്റുവേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് വേസ്റ്റ് ആണ്, അത് ടൈമായാലും ആ പൈസയായാലും വെറും വേസ്റ്റ് ആണ്. പിന്നെ നമുക്കൊക്കെ ഏതൊക്കെ ഏതെല്ലാം ഫീൽഡിലേക്ക് തിരഞ്ഞെടുക്കണം എന്നുള്ള ധാരാളം കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇപ്പൊ എന്നെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ എനിക്കൊരു MNC-യിലേക്ക് ജോബ് നേടണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ അതിൽ എനിക്ക് എങ്ങനെ ഒരു പാത്ത് എന്റേതായിട്ട് ഒരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ധാരാളം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതിനെടുക്കാണ് ഇപ്പോ ഒരു എക്സ്പോർട്ട് ടോക്ക് വന്ന് നമ്മുടെ എങ്ങനെ റെസ്യൂമെ ബിൽഡ് ചെയ്യാം, അതേപോലെ AI വെച്ചിട്ട് നമ്മുടെ ഈ ഓരോ ജോബ്
കമ്പയർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഫ്യൂച്ചറിലേക്ക് മുന്നോട്ടേക്ക് പോവാം, ധാരാളം കാര്യങ്ങൾ അതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ജോബ് റോള് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കീവേഡ്സ് ചൂസ് ചെയ്യാം. കീവേഡ്സ് ചൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ 30 days ആയിട്ടുള്ളൂ. നേരെ മറിച്ച് ഞാനിപ്പോ എന്റെ വീട്ടിലാണ് എന്നുണ്ടെങ്കിലും എനിക്ക് ഒരു അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് ദിവസം ഞാനൊക്കെ എന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ തേർഡ് ഇയർ പിന്നെ ഞാൻ ഇന്ന് നൈറ്റിലേക്ക് ഞാൻ ചിന്തിക്കാം. അപ്പൊ രാവിലെ മുതൽ എന്തായാലും പറ്റുന്നുള്ള കോൺഫിഡൻസിലായിരിക്കും അന്ന് കിടക്കാം. പിന്നെ രാവിലെ ആയി കഴിഞ്ഞാൽ വേറെ ചിന്താഗതിയായിരിക്കും, രാവിലെ വീട്ടിൽ വരെ സമയമില്ല, അപ്പൊ അതിലേക്ക് മാറ്റിയേക്കും. ഇങ്ങനെ കടന്നു പോയിട്ട് എനിക്ക് സംസാരിക്കാൻ ഇപ്പോൾ റെഡി ആയിട്ട് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് എനിക്ക് ഇവിടെ വന്നാൽ എന്റെ ഫ്രണ്ട്സിനോട് എന്ത് മിസ്റ്റേക്ക് ആണെങ്കിലും പറഞ്ഞിട്ട് അവരായിട്ടുള്ള ഹെൽപ്പും എനിക്ക് സംസാരിച്ചിട്ട് ധാരാളം ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇതിനൊക്കെ ഒരു പിന്നിലുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു കോളേജിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് മാറും. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, അതിനൊരു നമ്മൾ അനുവദിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ വീക്കിലും ഇവർ എന്ത് ചെയ്യാണ്, ഷഫിൾ ചെയ്യാം. ഇവര് 4 പേര് ഇന്നൊരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഇവർ 4 പേര് ആയിരിക്കില്ല, വേറെ 4 പേരായിരിക്കും ടീമായിരിക്കും. ഇപ്പൊ ഇവ വേറെ ടീമിലേക്കാരും അങ്ങനെ ഷഫിൾ ചെയ്തോണ്ടിരിക്കും. കാരണം വെച്ചാൽ അവർക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു കഴിഞ്ഞാൽ അവരെ സ്റ്റക്ക് ആയിരിക്കും. അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അത് തന്നെയാണ് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാം. ഒരു എന്താ പറയുക, ക്ലാസ് ഏറ്റവും വേസ്റ്റ് ആയിട്ട് പോണത് നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇവിടെ എത്തിയ ഉടനെ തന്നെ സ്ട്രേഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അധികം നീളാണെന്ന് എല്ലാവരും ഓരോ പല വ്യത്യസ്തമായി. ഇവരിപ്പോ മലപ്പുറത്ത് നിന്ന് വരുന്നത്, ഞാൻ കോഴിക്കോട്, അവർ എറണാകുളം, മലപ്പുറം, പല ഡിസ്ട്രിക്റ്റ്. എന്നിട്ട് നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ധാരാളം നീണ്ട ദിവസങ്ങളൊന്നും എടുത്തിട്ടില്ല, ഒരു 30 ദിവസം ഇപ്പൊ നമ്മളിങ്ങനെ ഓരോ പോസിറ്റീവ് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ നെഗറ്റീവ് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ചെയ്യാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആദ്യം പറയുമ്പോൾ തന്നെ നമ്മള് ഫസ്റ്റ് എന്തെങ്കിലും എഗ് അടിക്കും. എങ്ങനെ കഴിഞ്ഞാൽ നമ്മള് കായ് പോയി എങ്ങനെ ഫുള്ള് ഇതല്ലേ, നമ്മള് വരുന്നു, പള്ളിയിൽ പോണു, പിന്നെ ഇങ്ങനെ വരുന്നു, ചായ അടിക്കാൻ പോകണു, പിന്നീട് വരുന്നു, സ്ക്രോൾ ചെയ്ത് മറ്റേ VR ഉണ്ടാവും, വെച്ച് കളിച്ചിരിക്കണു. പിന്നെ നമ്മള് ഇതിന്റെ ബിറ്റ്കോയിന്റെ ലാസ്റ്റ് ടൈമിലാവും 2 ദിവസം മുമ്പ് നമുക്ക് വെറുതെ കിട്ടുന്നത് ഈ ഡയറക്റ്റ് സംഭവം കിട്ടുന്നത്. അത് കിട്ടിയ പാടാണ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്യണമെന്നില്ല, ചെയ്യണമെന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ് തുടങ്ങിയ ടൈമിലൂടെ വരുന്നത് ഇതെന്താ ഫില്ല് ചെയ്യാത്തത്, മെന്റലോട് ചെയ്യാത്ത ആദ്യം എന്നോടൊക്കെ പറയും. പിന്നെ പറയുന്നതിന്റെ പറയാ ഇവ നമുക്കൊരു ഇതാവും, നിങ്ങൾ ചെയ്ത് തീർക്കണല്ലോ, നാളെ ചോദിക്കില്ല എന്നുള്ളൊരു മൈൻഡ് വരും. നമുക്ക് ചോദിക്കാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്ത് തീർക്കാനുള്ള ടെൻഡൻസി വരും. ഇപ്പൊ നമ്മളൊരു 100 ദിവസമാണ് ഗൈഡൻസ് ഉണ്ടായിരിക്കുക. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ ആ ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ളതാണ് നിങ്ങളുടെ സക്സസ്. ക്ലിയർ ആണ്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാ, അത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അതെന്ത് ചെയ്യാൻ ഫോക്കസ് ചെയ്യുക, തന്നെ മനസ്സിലൊന്ന് വിചാരിച്ചു വെക്കുക. എവിടെ ഇങ്ങനെ ഓരോ ദിവസം ഓരോ തരത്തിലുള്ള മോട്ടിവേറ്റ് ആയി വരികയാണ്. അല്ല, ഞാൻ ചോദിച്ചത് കാരണം വെച്ചാല് നിങ്ങൾ മനസ്സിലായ സംഭവം നെഗറ്റീവ് അല്ല, ഒരു സംഭവം എങ്ങനെയായിരുന്നു. ഓക്കെ, ഞാൻ പറയാം. ഒന്നാമത് എഡക്സ് എന്ന് പറഞ്ഞ പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ഇങ്ങനൊരു ഒരു അക്കാഡമി, എന്താ പറയുക, ലൈഫ് സ്കൂള് വേറെ ഇല്ല. ഈ ഒരു രീതിയിൽ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസിന് വേണ്ടി കുട്ടികളെ ഒരുക്കുന്ന ഒരു സ്ഥലം വേറെ ഇല്ല. ഭയങ്കര കൺഫ്യൂഷനാണ് ഇവിടെ വന്ന എന്തായിരിക്കും. ഈവൻ ഒരു ബാച്ച് പോലും ഇവിടുന്ന് പാസ് ഔട്ട് ആയിട്ടില്ല, നമ്മളാണ് ഫസ്റ്റ് ബാച്ച്. അപ്പൊ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്ന് ഭയങ്കര ടെൻഷനായിരിക്കും. ബട്ട് ഇവിടെ വന്നപ്പോ ടോട്ടലി നമ്മള് ഓക്കെ, ജസ്റ്റ് ഒരു വീക്ക് കഴിയുമ്പോൾ തന്നെ മനസ്സിലായി ഇത് സംഭവം വേറെ ലെവലാണ്, ഇത് നമ്മുടെ കാശ് ഒരിക്കലും പോകത്തില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ മെന്റേഴ്സ് പിന്നെ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെന്റേഴ്സ്.
ഒരു മെന്ററിനുപരി നമ്മുടെ ഫ്രണ്ട്സ് ആ ഒരു സെറ്റപ്പ് ആണ്. ഇപ്പൊ നമ്മുടെ ക്ലാസ് നോക്കിയാൽ പോലും നോർമൽ നമ്മുടെ കോളേജിൽ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഈ എന്താ പറയാ നമ്മളൊരു സർക്കിൾ ഒരു ഇങ്ങനെ ഒരു സർക്കിളാണ്. അങ്ങനെ വരുമ്പോ തന്നെ എല്ലാവർക്കും ഒരു ഈക്വൽ പ്രയോറിറ്റി കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. എല്ലാവർക്കും പിന്നെന്ന് പറഞ്ഞാൽ എല്ലാം ബേസിക് മുതൽ തുടങ്ങും. ഇപ്പൊ ABCD ആണെങ്കിലും സൗണ്ട് വെച്ച് തുടങ്ങുന്നത്, കണക്കായാലും 1 2 അങ്ങനെ ചെറിയ രീതിയിലുള്ള കണക്ക് വെച്ച് കൂട്ടി ബോർഡ് മാസ് അങ്ങനെ ചെയ്യിപ്പിച്ച് തുടങ്ങി. ഇപ്പൊ ജസ്റ്റ് ഒരു 10-20 സെക്കൻഡ് കൊണ്ട് ഒരു കണക്ക് തന്നെ ചെയ്യാൻ പാകത്തിന് ആക്കി ജസ്റ്റ് 30 ദിവസം കൊണ്ട്. പിന്നെ ഈ 30 ദിവസം പോയത് അറിഞ്ഞത് കൂടിയില്ല. ദിവസം പോയത് അറിഞ്ഞില്ല. ആ ഫസ്റ്റ് ദിവസം വന്നതിന്റെ അടുത്താണ് ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. ഇപ്പോഴും ആ ഒരു മൈക്ക് ചെറിയ പ്രശ്നം വന്നാണ്, അതായത് സൗണ്ട് ഒന്ന് പോയി, അതായത് ചാർജ് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനേ ഇനി ചോദിക്കാൻ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ ഏകദേശം 30 ദിവസമായി 30 ദിവസം ആയിക്കോട്ടെ, ഇനി 70 ഡേയ്സ് ഉണ്ട്, നമുക്ക് സെറ്റ് ആക്കാം. ഈ ഒരു 30 ദിവസം കൊണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ബാച്ചിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രോപ്പർലി അനൗൺസ് ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ബാക്ക്ഗ്രൗണ്ട് വർക്ക് നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡൻസിനോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, അല്ലെങ്കിൽ എക്സിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ അവരൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വരിക, എന്നിട്ട് ഇവിടെ ഇരിക്കുക, എന്നിട്ട് എന്താണ് ഒരു 2 ദിവസം ഇതിനകത്ത് തന്നെ മനസ്സിലാവും, ഇത് ഓക്കെയാണ്, സെറ്റാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാല് ഇവന് അഡ്മിഷൻ എടുക്കാൻ നേരത്തെ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് 2 ദിവസം ഞാൻ ട്രയൽ വന്ന് നോക്കട്ടെ, എനിക്ക് അറിയില്ല, ഞാൻ 2 ദിവസം വന്ന് നോക്കാം, പറ്റുകയാണെങ്കിൽ അഡ്മിഷൻ എടുക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എടുക്കൂല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ വൈ നോട്ട്, യു ക്യാൻ ആൾവേസ് വെൽക്കം ടു എഡെക്സ് എന്ന് പറഞ്ഞു. അവ 2 ദിവസം വന്നു. 2 ദിവസം വന്നപ്പോ ഓക്കെ കേട്ടോ, ഞാൻ അഡ്മിഷൻ എടുക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു പിന്നെ പറഞ്ഞാല് ഫസ്റ്റ് തന്നെ വിളിച്ച ടൈമില് ഇവിടുത്തെ വേറൊരു സ്റ്റാഫ് മെമ്പർ ആയിരുന്നു. അപ്പൊ തന്നെ ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ മോട്ടിവേറ്റ് ആയി, ഇങ്ങനെ സംഭവം ഉണ്ടോ, നമ്മൾ ഇങ്ങനെ സംഭവം ആണോ, അപ്പൊ തന്നെ തോന്നി എന്തുകൊണ്ട് അവിടെ പോയാട്ടോ. പിന്നെ അത് ഞാൻ പാരന്റ്സിനോട് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഇതിനു മുമ്പ് എറണാകുളത്ത് ഞാൻ പോയി ഒരു കോഴ്സ് എടുത്തിരുന്നു, നെറ്റ്വർക്കിംഗ് കോഴ്സ്. അവിടെ എടുത്ത് അതായത് ഒരു മന്ത് അവിടെ നിന്നു. പക്ഷെ അവിടെ ഫുൾ ഉഡായിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫുള്ള് ജസ്റ്റ് വരിക, ഒരു അതും 2 മണിക്കൂറുള്ളൂ, ബാക്കി ഒരു ദിവസം മൊത്തം വേസ്റ്റ്. എത്ര ഫീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഫീസ് അവിടെ അവർ പറഞ്ഞത് 50 സംതിങ് ആയിരുന്നു. പക്ഷെ ഫസ്റ്റ് ഞങ്ങള് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഒരു 10K സംതിങ് കൊടുത്തു, പോയി വേസ്റ്റ് ആയി. പിന്നെ അവര് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ കണ്ടിന്യൂ ചെയ്യാം, അങ്ങനെ എങ്ങനെ ചെയ്യാം, എന്നിട്ട് ഓൺലൈനിൽ ജസ്റ്റ് ഒന്നും ചെയ്യാം. അപ്പൊ എന്തൊക്കെയോ ഇടായിട്ട്, അതായത് ഞങ്ങൾ പറഞ്ഞാൽ ജസ്റ്റ് അവിടെ പോയി ഫീസ് കുറച്ച് കുറവായിരുന്നു. ബാക്കി ഞാൻ ഒരു 5-6 ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയിട്ടുണ്ട് എറണാകുളത്ത്. എറണാകുളം പറഞ്ഞാൽ അത്രയും വലിയ സിറ്റിയാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും വലിയ എക്സ്പീരിയൻസ് ഉള്ള ടെക്നോളജി വളർന്നുള്ള ഒരു സ്ഥലമല്ലേ. അപ്പൊ അങ്ങനെ പോയി ഇരുന്നായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ്. അതായത് മെയിൻലി എന്റെ മിസ്റ്റേക്ക് ഞങ്ങൾ അവിടെ ടീച്ചറെ പരിചയപ്പെട്ടില്ലായിരുന്നു. അവര് പറഞ്ഞാൽ അന്ന് മാറ്റി, അതായത് അവിടെ ട്രെയിനീസ് ആയിരുന്നു അവിടെ വന്നിരുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നെ. അത് ഭയങ്കര, അതിന് മുമ്പേ അവിടെ ഉള്ള കുട്ടികളെ ഇറങ്ങിപ്പോയ കുട്ടികളൊക്കെ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് സെറ്റ് ചെയ്തു. പക്ഷെ അവരൊക്കെ പറഞ്ഞാല് അന്ന് വേറെ സേറായിരുന്നു, ആ സേർപ്പില്ല, അവര് വേറെ ഏതൊക്കെ മാറി. അത് ഭയങ്കര മിസ്റ്റേക്ക്. അപ്പൊ ആകെ റിഗ്രറ്റ് ചെയ്യുന്നു. എന്റെ 2 പിള്ളേരുണ്ടായിരുന്നു, അവരൊക്കെ പോയി ഇനിയൊന്നും കൈകടാ. കാരണം വീട്ടിലായാലും പറയാം, ഒരു പൈസ കൊടുത്ത് നമ്മള് അത്രയും ടൈം വേസ്റ്റ് ചെയ്ത് 2 മാസം 1 മാസം. കാരണം അതിന്റെ തന്നെ പാർട്ട് ടൈം ഒരു ചെയ്തിരുന്നു. ഞാൻ പിന്നെ പാർട്ട് ടൈമിലേക്ക് പോകാൻ പറ്റില്ല, കാരണം എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. അവരെന്നിട്ട് സ്റ്റുഡിയോയിൽ കഷ്ടപ്പെട്ട് അങ്ങനെ നിന്ന്, അതായത് പിന്നെ അവിടെ കോഴ്സിന് പോകാതായി, സ്റ്റുഡിയോ മാത്രം പോയി തുടങ്ങി. കാരണം വയ്യ അവർക്ക്. പിന്നെ ഫീസ് ആ പൈസ എടുത്താണ് നാട്ടിലേക്ക് തിരിച്ചു വന്നു. നെറ്റ്വർക്കിംഗ് ആയിരുന്നു, ക്ലൗഡ് കാര്യങ്ങൾ. പക്ഷെ അവിടെ അത്രയും ലോ ആയിരുന്നു അവിടുത്തെ സിലബസ് ആയാലും കാര്യങ്ങൾ. അത്രയും നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ വീട്ടിലിരുന്നാണ് ജസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പക്ഷെ അവിടെ അത്രയും ലോ ആയിട്ട് പഠിപ്പിക്കുക, ഇംപ്രൂവ്മെന്റ് ജസ്റ്റ് സേർ 1 മണിക്കൂർ പറയും, ബാക്കി സേറിന്റെ കഥ പറയാം. അങ്ങനെ ഇരുന്ന ഒരു സിസ്റ്റം. അതൊക്കെ ഭയങ്കര. പിന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ട് എനിക്ക് പൈസ വയ്യ, അങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നു നോക്കാം. അച്ഛനോട് ഇനി അങ്ങനെ പറയാം, നമുക്ക് അത്രയും അവരെ കഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞാൽ കുറെയൊക്കെ മാക്സിമം പണിക്ക് പോയി എങ്ങനെയെങ്കിലൊക്കെ മെയിൻലി ക്യാമറ പണിക്കായാലും വെഡിങ് വർക്കിനൊക്കെ ഞാൻ പോകാറുണ്ട്. മാക്സിമം നമ്മളെ കൊണ്ട് വരുന്ന എഫേർട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് ഇരിക്കുകയാണ് ഇപ്പൊ ഇവിടെ. അതായത് ജസ്റ്റ് ഒരു പ്രൗഡ് മൊമെന്റ് കിട്ടുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു കോൺഫിഡൻസ് ആയിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അറിയാത്ത നമ്മുടെ പല കഴിവും ഇവിടെ വന്നിട്ട്
നമ്മളെ കൊണ്ട് പറ്റും ഇരിക്കുന്നവരൊക്കെ ക്യാമറ ഷൈന്ന് പറഞ്ഞേക്കാം. ഇനി വേറെ ആൾക്കാരുണ്ടോ അവരൊക്കെ എല്ലാ ദിവസവും നമ്മള് ഇരുത്തിക്കണ്ട അവരെ ഇരുന്ന് അവര് ഉള്ളിൽ താല്പര്യമുള്ളവരൊക്കെ വരും. ഞാൻ തന്നെ ഇപ്പൊ ഈ വീഡിയോ തന്നെ അതിനോട് പറ്റില്ല ഞാൻ പ്രിപ്പയർഡ് അല്ലാന്ന് പറഞ്ഞിരുന്നതാ. പക്ഷെ ഇപ്പൊ ഞാൻ ഇവരെ രണ്ടാളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് വിളിച്ചു വരുത്തിട്ട് നമ്മള് പറഞ്ഞു ഇവിടെ ഇരിക്കും, നമുക്ക് നമ്മുടെ ചിന്താഗതിയിൽ നമുക്ക് കൺവേ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇവിടെ എത്തിയാൽ അവരാണ് ധാരാളം സംസാരിക്കുന്നത്. നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച ചുമ്മാ എന്താണ് ഈ പോഡ്കാസ്റ്റിന്റെ ഉദ്ദേശം, എന്തുകൊണ്ടാണ് ഇത് തുടങ്ങിയത്, എങ്ങനെ എങ്ങനെ തുടങ്ങി, ആ ഒരു ഇതിന് വേണ്ടി ഇരുന്ന നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു കേട്ടോ. അത് അതെന്ന് പറഞ്ഞാൽ ഇതിലും ചുമ്മാ സീൻസ് ആണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഫോണിന്റെ വീഡിയോ ഓണായില്ല. ഞങ്ങളൊരു 1.5 മണിക്കൂറിലിരുന്ന് സംസാരിച്ചു, 11 മിനിറ്റ് സ്റ്റോറായി. പക്ഷെ നമ്മളിതൊക്കെ വിട്ടുകൊടുത്തില്ല. നമ്മൾ തോക്കാൻ റെഡിയല്ല. നമ്മൾ മുമ്പോട്ട് നമ്മള് 10:30 തുടങ്ങിയുള്ള പരിപാടി ഏകദേശം 12 ഓക്കെ. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനി ആർക്കെങ്കിലും എഡക്സിലോട്ടൊക്കെ വരാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. എഡക്സ് ലൈഫ് സ്കൂൾ എന്നുള്ള ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഗ്രോത്ത് ഡേ 1 തൊട്ടിട്ട് ഡേ 30 വരെയുള്ള കാര്യങ്ങൾ അതിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലെ. യൂട്യൂബിലും ക്ലാസ് നടക്കുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ചെയ്യാറുണ്ട് എഡക്സ് ലൈഫ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. ഇനി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇപ്പൊ ഈ വീഡിയോ കണ്ടതോട് നിങ്ങൾക്ക് എഡക്സ് എന്താന്ന് എങ്ങനെ ഒരിക്കലും മനസ്സിലാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഇവിടെ എൻവയോൺമെന്റ് എന്താണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടേതായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. നമ്മൾ ഏത് ഫീൽഡിലേക്ക് പോകണമെന്ന് വരെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവും. ശേഷം ആ ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവർക്കൊരു സൈക്കോമെട്രിക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്കൊരു ഐഡിയ ഇല്ല ഇനി ഞാൻ എന്ത് ചെയ്യണം. അപ്പൊ ഇവരൊരു സൈക്കോളജിസ്റ്റ് വന്നിട്ട് പ്രോപ്പർലി ഒരു 2 ദിവസം എടുത്ത് ഈ പ്രോസസ് കംപ്ലീറ്റ് ആവാന്. 2 ദിവസം ഒരു ആൾക്ക് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ വെച്ച് സെക്ഷൻസ് ഒരു ആൾക്ക് മാത്രമേ ഉണ്ടായിരുന്നു. അറൗണ്ട് ഒരു ദിവസം 10 പേരൊക്കെയാണ് ഒരു ദിവസം കഴിഞ്ഞത്. കാരണം രാവിലെ 9 രാത്രി 10 മണി വരെ ഇവർക്കുള്ള സെക്ഷൻസ് ഓരോ ഇൻഡിവിജ്വൽ സെക്ഷൻസ് ആണ്. അത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് മനസ്സിലായത് ഇവർ ഏത് ഫീൽഡിലോട്ട് പോകണം, എങ്ങനെ പോകണം, അതിനെന്താണ് നമുക്ക് വേണ്ടത്, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം. കാരണം നമ്മൾ ഫസ്റ്റ് ചെയ്തൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കൂടുതൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. ഇപ്പൊ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിനു ശേഷം നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസിലോട്ട് പോയി അല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇവരുടെ ഇൻഡസ്ട്രി ഏതാണോ, ഇവർ പോകാൻ പോകുന്ന മേഖല ഏതൊക്കെയാണോ അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിലോട്ടുള്ള നോളജ് കൂടുതൽ ഗെയിൻ ചെയ്യാൻ പറ്റുക. അപ്പോഴുള്ളൂ അവർക്ക് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയി? അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും ആ ഒരു സിസ്റ്റത്തെ മാത്രമേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തില്ല. അത് നമ്മള് എങ്ങനെയാണ് നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുത്താൽ അത് അതിനനുസരിച്ചുള്ള ഒരു സംഭവം തരും. പിന്നെ നമ്മള് വിശ്വസിക്കുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. എനിക്കതുപോലെ ഇവിടെ നിന്നേക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ സ്റ്റീവ് ജോബ്സിന്റെ വീഡിയോസ് ഇവിടെ നേരെ കാണുന്നത്. അതിലുണ്ട് സ്റ്റേ ഹംഗ്രി സ്റ്റേ പോളിഷ്. അങ്ങനെ പറയുമ്പോ നമ്മള് എന്ത് കാര്യം പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. ഇവിടെ എത്ര പൊട്ടത്തരം ചെയ്ത് കഴിഞ്ഞാലും നമ്മള് പഠിക്കാനുള്ള മനസ്സിൽ നമ്മളിങ്ങനെ പഠിച്ച ഒരു ടൈമിൽ പോയി മാറുന്നുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മനസ്സിലായി തുടങ്ങി. ഡെയിലി നമ്മൾ എന്തായാലും ഒരു ബുക്ക് ആയിട്ട്, അതായത് ഡെയിലി നിങ്ങളിപ്പോ ഡെയിലി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് നമ്മളൊരു ഇൻഡസ്ട്രി നമ്മൾ സൈക്കോമെട്രിക് ടെസ്റ്റിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്തായിരിക്കും പഠിക്കുന്നത്. ഇപ്പൊ ഡെയിലി അതിനെ കുറിച്ചൊരു ന്യൂസ് അനാലിസിസ് നടത്തും. ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ്. ഞാൻ അപ്പൊ ഡെയിലി ആ ഒരു ഫീൽഡിലെ ഏറ്റവും ഞാൻ ചെയ്തോളൂ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് നാളെ പ്രസന്റ് ചെയ്യും. അത് കഴിഞ്ഞ വർഷത്തെയോ 2-3 വർഷം മുമ്പത്തെ ന്യൂസ് ഒന്നും എടുക്കാൻ പറ്റില്ല. വിത്തിൻ 1 വീക്കിനുള്ള ഒരു ന്യൂസ് എടുത്ത് ആ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നതെന്ന് നമ്മൾ കറക്റ്റ് ഈ ഒരു ന്യൂസ് വഴി നമ്മൾ കറക്റ്റ് അപ്ഡേറ്റഡ് ആവാണ് ആ ഒരു ഫീൽഡിനെ കുറിച്ച്. എന്താണ് ആസിലുള്ളത് അല്ലെങ്കിൽ ബിലാലുള്ളത്? എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോ അവൻ പറഞ്ഞ പോലെ ന്യൂസും തിരികെ വായിക്കാത്ത ഒരു വ്യക്തിയാണ്. ഇവിടെ വന്നോടെ എനിക്ക് ധാരാളം ബാക്കിയുള്ളവർ പ്രസന്റ് ചെയ്യുന്ന തന്നെ നമ്മൾ ലിസൺ ചെയ്തിട്ട് ന്യൂസ് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒരുവിധം എല്ലാ ഫീൽഡിനെ കുറിച്ച് ചെറിയ രീതിക്കാണെങ്കിലും നല്ല നോളജ് അപ്ഡേറ്റഡ്. ഒരു ദിവസം 21 ന്യൂസ് എന്ത് ചെയ്യും ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും. 21 ഡിഫറൻറ്റ്
എന്നെ ഇതാക്കിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സെയിൽസും അതേപോലെ മാർക്കറ്റിംഗ് പാഷനേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് എന്റെ ന്യൂസ് എന്ന് വെച്ചാല് ഈ സെയിൽസിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ, അതേപോലെ പവർ സർക്കിൾ ഡെയിലി ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഫീൽഡിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം. എന്നിട്ട് അവര് റെസ്പോണ്ട് ചെയ്തോ എന്നതിലല്ല, നേരെ മറിച്ച് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഫീൽഡിൽ എന്തോരം ആൾക്കാർ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ്, അവര് ഈ സൊസൈറ്റിക്ക് എന്താണ് അവരെ കോൺട്രിബ്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. മെയിൻലി ഞാൻ പറഞ്ഞാല് എനിക്ക് വരയ്ക്കാനായിരുന്നു. ഞാനൊരു ആർട്ടിസ്റ്റ് നിലയ്ക്കാണെങ്കിൽ മെയിൻലി, പക്ഷെ ഞാൻ അതില് ഒന്ന് ഒതുങ്ങി കൂടുകയായിരുന്നു. അത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ ചെറിയൊരു ഇൻട്രോവേർട്ട്. പൊതുവെ ആർട്ടിസ്റ്റുകൾ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇത് കേട്ട് ഒരു ഇതുണ്ട് മെയിൻലി. പിന്നെ പറഞ്ഞാല് പൊതുവെ മെയിൻലി ഞാനത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു. ആർട്ടിസ്റ്റോ അങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് ഇതായിരുന്നു. പിന്നെ അത് ഞാൻ കൂടുതൽ എക്സ്പ്രഷൻ എല്ലാവരും ഭയങ്കര എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സംഭവമാണ്. ഒരിക്കലും ഞാനിത് പഠിക്കാൻ പോയിട്ടോ അങ്ങനെ ഒന്നുമല്ല. ജസ്റ്റ് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് അങ്ങനെ ഒന്നും തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ കിട്ടിയ സംഭവമാണ് അത് മെയിൻലി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത്. പിന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അതായത് ഈ വരയ്ക്കുന്നതുകൊണ്ട് നമുക്ക് കരിയറിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ, അത് നമുക്ക് എങ്ങനെ ഫൈനാൻഷ്യലായിട്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അത് പിന്നെ നമുക്ക് കൂടുതൽ പിന്നെ ഇതിനൊപ്പം ഞാൻ ചെയ്യാറുണ്ട്, അത് നെറ്റ്വർക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ ഫീൽഡിലുള്ള അവരൊക്കെ ഇതെങ്ങനെ ബിൽഡ് ചെയ്യുന്നത്. പക്ഷെ പലരും പല രീതിയിലുള്ള റെസ്പോൺസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി മനസ്സിലായി. അതായത് ഇന്ന ഫീൽഡുകളുണ്ട്, സൈക്കോമെട്രി ടെസ്റ്റ്, അതിലൂടെ ഒന്നുകൂടെ കാര്യങ്ങൾ മനസ്സിലായത്. അതിലൂടെ എങ്ങനെ ഫീൽഡുകളുണ്ട്, ഇതിലേക്ക് പോയാൽ നിനക്ക് ഇമ്പ്രൂവ് ചെയ്യാം. നീ ട്രൈ ചെയ്യും. അതായത് നമ്മൾ ഡൂ ചെയ്താൽ നമുക്ക് ആ സംഭവം പ്രാക്ടിക്കലായി കിട്ടുള്ളൂ. അപ്പൊ അത് എനിക്ക് ഒന്നുകൂടെ മനസ്സിലായി. എല്ലാം ശരിയായിട്ട് എക്സ്പെർട്ട് ടോക്ക് വരണ്ടേ. ഇവിടെ നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. ഇവിടെ ഓരോ ഇൻഡസ്ട്രിയിലും എക്സ്പേർട്ട് ആരാണോ അവരെയാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളത്. കാരണം ഇവർക്ക് ട്രെയിനിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് ഇപ്പൊ നടന്നിട്ടുള്ള ഏകദേശം 3 എക്സ്പേർട്ട്. ഓക്കെ, അവർക്ക് സ്റ്റോറി എഴുതുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്പയർഡ് ആവാണ്. അതുപോലെ നമുക്ക് മറ്റേ ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ അമീൻ സാർ, ആളൊരു എന്റെ സീൻ ക്ലാസ് എന്ന് പറയാം. ഞാൻ ലീവായിരുന്നു കേട്ടോ. അതെന്ന് എന്റെ സുഹൃത്താണ്. ഞാന് എന്റെ MBA കംപ്ലീറ്റ് ചെയ്യുന്നത് ലീഡ് കോളേജിൽ നിന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഞാൻ അവിടുന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്റെ സീനിയർ ആയിരുന്നു അമീൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്തിന്റെ അടിയിലൊക്കെ ഞാൻ അവരുടെയൊക്കെ മെൻഷൻസ് ഇതിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഐഡീസ് നമുക്ക് വേണമെങ്കിൽ അടിയിൽ കൊടുക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന സമയത്ത്. അപ്പൊ എന്തെങ്കിലും കയറി നോക്കാം. അപ്പം നമ്മൾ ആളെ കണക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തിട്ട് ഒരു ദിവസം 20,000 മുകളിൽ എമൗണ്ട് ഒക്കെ ആള് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ഒരു വ്യക്തി വരുന്നുണ്ട്, 2-3 മണിക്കൂർ സെക്ഷൻ എടുക്കാനാണ് ആളുടെ പ്ലാന്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, പിടിച്ചിരുത്തിക്കോ, ഒരു ദിവസം വേണമെങ്കിൽ പിടിച്ചിരുത്തിക്കോ. ഞാൻ പിറ്റേ ദിവസം വന്നപ്പോ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ആള് രാവിലെ 9 നൈറ്റ് 9 വരെ ക്ലാസ് എടുത്തുള്ളത്. ആർക്കൊരു മടുപ്പില്ല, അതിലും കൂടുതൽ ഹൈ ലെവലിലേക്ക് എത്തണം, നമ്മളും കൂടെ എത്തണം. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞു. ആ സാർ എന്ന് പറഞ്ഞ പെപ്സിയാൻകോ എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് ബ്രാൻഡിലൊക്കെ വർക്ക് ചെയ്ത ഒരു വ്യക്തി. ആള് വന്നിട്ടാണ് നമുക്ക് എങ്ങനെ ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാം അതിന്റെ A to Z സ്റ്റെപ്പ് നമുക്ക് പറഞ്ഞാണ്. ഒരു ഫീൽഡ്, ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളായിട്ട് നമുക്ക് വന്ന് ഒരു ക്ലാസ്സിന് ഉപരി എക്സ്പീരിയൻസ് ആണ്. സാറാണെങ്കിലും നമ്മൾ ഓൾറെഡി ഞങ്ങളൊരു ടീം ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ഏകദേശം സെയിം ബിസിനസ് ആണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പുള്ളിയുടെ ശരിക്കും നോളജ് കിട്ടി. ആള് എപ്പോഴും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുള്ളി നമുക്ക് ക്യാൻവയുടെ പെയ്ഡ് വെർഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നു. ഇപ്പോഴും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആളെ വിളിക്കും, എന്നിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കും. നല്ലൊരു നെറ്റ്വർക്ക് കാരണം അവർക്ക് ആ ഒരു ഇതില്ല. അമീനെ കേൾക്കുന്നുണ്ടല്ലോ. ഞാനിത് കുറെ നമുക്ക് വിളിച്ചു പറഞ്ഞല്ലോ, നിങ്ങൾ ഇത്രത്തോളം പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ വിളിക്കാൻ വിളിക്കാണല്ലേ, ആള് വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇത് പറയുമ്പോ ആള് മനസ്സിലായിക്കോട്ടെ ഇങ്ങനെയൊക്കെയാണ്. ആൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഓരോ വെറും ഒരു രാവിലെ ഒരു 10 മണി 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 9 മണിക്ക് തീർന്നു. പക്ഷെ ഞങ്ങളെ എല്ലാവരും പുള്ളിക്ക് ഇൻഡിവിജ്വലി ആയിട്ട് അറിയാം. ഇപ്പൊ ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്തപ്പോ നീ ഇന്നതിന്റെ ആളല്ലേ, ഇന്നലെ എങ്ങനെയുണ്ട്, എന്തായി,
എല്ലാവരും ആദ്യത്തെ വിചാരിച്ചിട്ടുണ്ടായി ബ്രോഡ്കാസ്റ്റ് ആയിട്ട് അയച്ചു തരുന്ന മെസ്സേജ് ആയിരുന്നു. പിന്നെ ഓരോരുത്തരും നെയിം പറഞ്ഞിട്ട് തന്നെ നമുക്ക് മെസ്സേജ് അയക്കും. പിന്നെ ആ സെഷനിൽ നമ്മൾ എന്ത് ഡൗട്ട് ഉന്നയിക്കുകയാണെങ്കിലും ആള് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ ഓരോ വിഷയത്തെ കുറിച്ചിട്ട് ചെറിയ കാര്യം അത് തന്നെ അതാണ്. പിന്നെ ആളുടെ ഒരു പോസിറ്റീവാണ് ആള്, എന്റെ സുഹൃത്താണ്. അതേപോലെ മുമ്പില് കുറച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതെ, ഇപ്പൊ പറയുകയാണെങ്കിൽ ആളാണ് ഒരു എക്സ്പെർട്ട് വർക്ക് അല്ലെങ്കിൽ ട്രെയിനിങ് എന്നുള്ളത് ആള് ഫസ്റ്റ് ചെയ്തത് നമുക്ക് എഡെക്സിലോട്ടായിരുന്നു. കാരണം ഫസ്റ്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ക്യാമ്പ് നടക്കുന്ന സമയത്ത് ആള് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും പല സ്ഥലത്ത് ചെയ്തു കഴിഞ്ഞ് വീണ്ടും എഡെക്സിലോട്ട് വന്നു. ഇപ്പൊ ഞാൻ തോന്നുന്നു ഇപ്പൊ റെസ്പോൺസ് ആളൊക്കെ കേട്ടിട്ട് ഒരുപാട് പേര് ആളെ വിളിക്കുന്നുണ്ട്. അത് ആൾക്ക് കിട്ടുന്ന ഒരു മൈലേജ് തന്നെ വേറെ തന്നെയാണ്. കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിഫൈനെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ ഒരു ബിസിനസ്, ഒരു ഓൺലൈൻ ഇ കൊമേഴ്സ് ബിസിനസ്, ഒരു ഇ കൊമേഴ്സ് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. എന്തായാലും അമീന്റെ ഒരു ഐഡിയ ഇവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് നോക്കിക്കോ, നിങ്ങൾക്ക് ഭയങ്കര വർക്ക്ഫുൾ ആയിട്ടുള്ള സെക്ഷന് 2 മണിക്കൂറോ 3 മണിക്കൂറോ എന്നല്ല, നിങ്ങൾക്ക് എത്ര മണിക്കൂറോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും ടൈം റെസ്പോൺസ് എങ്ങനെയാണോ പിന്നെ അന്ന് ഒരു ക്ലാസ് കഴിക്കാൻ വേണ്ടി കോഴിക്കോട് നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് പോവാൻ ബസ് ഇല്ല. ആള് ഞങ്ങള് കോഴിക്കോട് 7 മണി കഴിഞ്ഞാൽ ബസ് ഇല്ല കേട്ടോ, റെയിൽവേ സ്റ്റേഷൻ വരെ 7 മണിക്കാണ് ലാസ്റ്റ് ബസ്. ഇല്ല, ഞാനിവിടെ ഇരിക്കുന്നുള്ളൂ. അന്ന് നമുക്ക് താഴെ റൂമിൽ കിടക്കാം. ഇല്ല, എന്റെ ഡ്രസ് ഒന്നുമില്ല, ഞാൻ കുറച്ച് വൈകിയാണെങ്കിൽ ഞാൻ ഈ സെഷൻ പോകുന്നുള്ളൂ. ഇതൊരിക്കലും അമീർക്ക പൈസ എന്നിട്ട് പറയുന്ന ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഡെക്സിനെ പറ്റിയിട്ടും നമ്മൾ ഈ 30 days ജേർണിയെ പറ്റി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ മിസ് ഔട്ട് ആയി പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളിവിടെ സ്ലീപ്പ് ട്രാക്കിന്റെ സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇങ്ങനെ സംഭവം ഇത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങിയതൊക്കെ ആരും റെക്കോർഡ് ചെയ്യണു, നമ്മളെന്നെ നോക്കാറില്ലേ. പിന്നെ ഇവിടെ അതൊന്നും അധികം പുറത്ത് വിടണ്ട. പിന്നെ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തുടങ്ങാൻ വേണ്ടി AC ഉണ്ട്. അത് പറയണം, അത് നല്ല രീതിയിൽ പറയണം. എന്ന് വെച്ചാല് നമുക്ക് പറഞ്ഞാല് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, അതായത് ഹോസ്റ്റലിൽ AC, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ആയാലും അങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ അവിടെ എറണാകുളത്ത് പോയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അതും നല്ലതായിരുന്നു, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ പഠിക്കാൻ നല്ല ഫീസ് ആവും എന്നുള്ളത്. ചെറിയ എമൗണ്ട് മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. സീരിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് ചെറിയൊരു പെർസെന്റേജ് മാത്രമേ നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് എമൗണ്ടും ഇവർക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇവർ തുടങ്ങിയ ബിസിനസ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫീസ് അടച്ചാലും തീരുള്ളൂ. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എഡെക്സിന് ചില പാർട്ട് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റിൽ നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് നിലക്കാണ് നമ്മൾ ഇവിടെ വന്നിട്ട് 5 പേര് ഇരിക്കുന്നത്. ഇതിപ്പോ നീണ്ടുപോയി എന്തായാലും 1.5 മണിക്കൂർ 1.25 മണിക്കൂർ എന്തായാലും അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഈ ഒരു നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ കുറച്ച് സെക്ഷൻസ് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് ബാക്കിയുള്ള കുറച്ച് പേരുടെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്ക് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ പല പല ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിന് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് അറിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ആയിട്ട് സ്റ്റേജ് ഞങ്ങൾ ഇവിടെ തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്ന് പോഡ്കാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ മെസ്സേജും നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ എക്സ്പ്രഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൺവേ ചെയ്യാം. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഇപ്പൊ ഇത് അടിയായി മാറാം, ചിലപ്പോൾ പറയാൻ പറ്റൂല. അതെ അതെ, ഡിബേറ്റുകളാവാം, അങ്ങനെ പല രീതിയിലോട്ടും മൂവ് ചെയ്യാൻ ചാൻസുകൾ ഉണ്ട്. അപ്പൊ എല്ലാരും സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക. പിന്നെ പറയണ്ടല്ലോ എന്തൊക്കെയാണ് ലാസ്റ്റ് അടി ഉണ്ടാവുകയാണെങ്കിൽ എഡിറ്റ് ഒന്നും ചെയ്യില്ല. പിന്നെ എല്ലാരും പറയാറുണ്ടല്ലോ ലാസ്റ്റ് വീഡിയോയുടെ സമയത്ത് എന്താണ് ലൈക്ക് എന്തൊക്കെ അവിടെ 4 തരക്ക് വരെ സ്വിച്ച് കാണാൻ ഇപ്പൊ പിടിച്ച് നിൽക്കുക, പോകുമ്പോ ഹാർട്ടൊക്കെ പോകണ്ടോ നോക്കിയാ ശ്രദ്ധിക്കട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നമ്മളിവിടെ സെക്ഷനിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ആഗ്രഹിക്കാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പ്ലാൻ ചെയ്തതല്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളാണ്.
അപ്പൊ നാളെ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു വിശദമായിട്ടുള്ള ചർച്ചയിലോട്ടും കാര്യങ്ങളോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ നാളെ എന്ത് ചെയ്യാം, നാളെക്കുള്ള എല്ലാവരും മറ്റേ ന്യൂസും കാണൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ മതി. ഓക്കെ ബൈ.